ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അൺലോക്ക് മാത്തമാറ്റിക്സ്. ഇന്ന് നമ്മൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഡിപ്ലോമ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ, അവർക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കാനുള്ള മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ആ മെട്രിക്സ് ആണ് 1 2 3 3 1 2 1 4 5. ഒരു മെട്രിക്സിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന് റോകൾ എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ട്രാൻസ്പോസ് എഴുതുക എന്ന് പറഞ്ഞാൽ റോയെ കോളമാക്കി ഇൻ്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോളത്തിനെ റോ ആക്കി മാറ്റുക. അങ്ങനെ എഴുതുന്നതാണ് ട്രാൻസ്പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ 1 2 3 എന്നുള്ള ഈ റോയെ എന്താക്കി എഴുതണം? കോളമാക്കി എഴുതണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നവരെ നേരെ താഴോട്ട് കൊണ്ടുപോയി എഴുതുക. 1 2 3. അപ്പോൾ രണ്ടാമത്തെ റോ ഏതാ? അങ്ങോട്ട് പോകുന്ന 3 1 2. ഇവിടെ നമ്മൾ 3 1 2 താഴോട്ട്. അങ്ങോട്ട് പോകുന്നത് ഏതാ? 1 4 5. മൂന്നാമത്തെ റോ, അവരെ നമ്മൾ എന്ത് ചെയ്യുക? കോളമാക്കി 1 4 5. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതേ സെയിം നമ്മളൊരു 2/2 എഴുതാലും 2/2 എന്ന് പറഞ്ഞാൽ 2 റോയും 2 കോളവും മാത്രമുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ഇതിനെ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് എഴുതിയാൽ ബിയുടെ ട്രാൻസ്പോസ് എഴുതാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് പോകുന്ന നമ്പേഴ്സിനെ നേരെ താഴോട്ട് രണ്ടാമത്തെ റോയിലേതും എന്ത് ചെയ്യുക? കോളമാക്കി എഴുതി വെച്ചാൽ മതി. സോ ബിയുടെ ട്രാൻസ്പോസ് എന്തായി? 1 3 2 4. അതായത് ഇവിടുത്തെ കോളത്തിനെ നമ്മൾ എന്താക്കി? റോ ആക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ റോയെ കോളമാക്കി എഴുതി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ട്രാൻസ്പോസ് ഓഫ് A is equal to 1 2 0 3 4 2 1 3 5. Thank you.